പേജ് നമ്പർ 82. All of you listen, പേജ് നമ്പർ 82. അതായത് നമ്മൾ മൂന്നാമത്തേത് കർത്താവ്, കർമ്മം, ക്രിയാമ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ട്. അപ്പോ നാലാമത്തത് ഇന്ന് നാമവിഭാഗം. അതാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. നാമവിഭാഗം. നാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? പേര്. നാമം എന്ന് പറഞ്ഞാൽ ഒരു പേര് എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് എന്ത്? നാമം. അതെല്ലാവർക്കും അറിയാലോ, നൗൺ അല്ലെ? നാമം. അപ്പൊ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. ഓരോ വസ്തുവിനും ഒറ്റയ്ക്ക് ഓരോ പേരുണ്ട്. ഇതിന് സംജ്ഞാനാമം എന്ന് പേര്. എങ്ങനെയാ? കൃഷ്ണൻ, രാധ, മുഹമ്മദ്, ജോസ്, തൃശൂർ, ഹിമാലയം എന്നിവയെല്ലാം സംജ്ഞാനാമമാണ് അല്ലെ? ഒരു പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. അപ്പൊ ഓരോരാൾക്കും വ്യത്യസ്ത. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ട് അല്ലെ? അപ്പൊ അതിനെന്ത് പറയും? സംജ്ഞാനാമം എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ, ജോസ്, രാധ, മുഹമ്മദ് അങ്ങനെ ഒരുപാടുണ്ട്. എന്നിവരെ ചേർത്ത് മനുഷ്യൻ എന്ന് പറയാം. ഹിമാലയം, വിദ്യൻ, സഹ്യൻ എന്നിവയെ പർവ്വതം എന്നും വിളിക്കാം. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നിവയെ രാജ്യം എന്നും പറയാം. ഇങ്ങനെ ഒരേ ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിന് സാമാന്യ നാമം എന്ന് പറയും. അപ്പോ സംജ്ഞാനാമം നമ്മൾ പഠിച്ചു. അടുത്ത സാമാന്യ നാമത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? എങ്ങനെയാ? ഒരേ ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിന് ആണ് സാമാന്യ നാമം എന്ന് പറയുന്നത്. അപ്പൊ ഒരേ ഇനത്തിൽപ്പെട്ട, അതായത് കല്ല്, മണ്ണ്, സ്വർണം, വെള്ളം, ആകാശം എന്നിവയെ മേൽപ്പറഞ്ഞ രീതിയിൽ ഒറ്റതിരിക്കാനോ ഇനമായി ചേർക്കാനോ പറ്റില്ല. അത്തരം നാമത്തിന് മേയണം. അപ്പൊ ഇതിൽ പെടാത്ത ഏതാ? കല്ല്, മണ്ണ് അല്ലെ? അതിങ്ങനെ പറഞ്ഞു. അതിനെന്നാ? മേയ. അപ്പൊ നാമങ്ങൾ എത്ര വിധത്തിലുണ്ട് ഇപ്പോ? 3 എണ്ണല്ലേ നമ്മളിപ്പോ പറഞ്ഞത്? സംജ്ഞാനാമം, പിന്നെന്താ അടുത്തത്? സാമാന്യനാമം, മേയനാമം. 3 എണ്ണാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ? അപ്പോ ഏതൊക്കെയാണ് മേയാനാമം എന്ന് പറയുമ്പോ? കല്ല്, മണ്ണ്, സ്വർണം, വെള്ളം, ആകാശം എന്നിവയെ മേൽപ്പറഞ്ഞ രീതിയിൽ ഒറ്റതിരിക്കാനോ ഇനമായി ചേർക്കാനോ പറ്റില്ല. ഒരുപാടുണ്ടാവില്ലേ? മണ്ണ്, കല്ലും ഉണ്ടാവും. അതിന് ഓരോരോ പേരുണ്ടോ? ഒരു കല്ലിന് ഇന്ന പേര് നമ്മൾ പറയാറുണ്ടല്ലോ. കരിങ്കല്ല്, വെള്ളാരങ്കല്ല് എന്നെല്ലാം പറയാറുണ്ട് അല്ലെ? ഇതിൽ പറഞ്ഞത് എങ്ങനെയാ? കല്ല്, മണ്ണ്. കല്ലിനെ പറയുന്നില്ല കേട്ടോ. കല്ല്, മണ്ണ്, സ്വർണം, വെള്ളം, ആകാശം എന്നിവയെ മേൽപ്പറഞ്ഞ രീതിയിൽ ഒറ്റതിരിക്കാനോ ഇനമായി ചേർക്കാനോ പറ്റില്ല. അത്തരം നാമത്തിന് എന്ത് പേര്? മേയനാമം എന്ന് പേര്. അണ്ടർലൈൻ ചെയ്തോ? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം. അപ്പോ കൃഷ്ണൻ തന്നെ പറ്റി ഞാൻ എന്നാണ് പറയുക. ലോകത്തിലുള്ള എല്ലാവരും തന്റെ പേരിന് പകരം ഞാൻ എന്ന നാമം ഉപയോഗിക്കും. ഇങ്ങനെ പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. അടുത്തേതാ? സർവനാമം. പകരം നിൽക്കുന്നതാണ് സർവനാമം. കൃഷ്ണൻ ജോസിനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ജോസ് എന്നതിന് പകരം നീ എന്നോ നിങ്ങൾ എന്നോ ഉള്ള നാമം ഉപയോഗിക്കും. നീ, നിങ്ങൾ എന്നിവയും പകരം നിൽക്കുന്ന നാമമാണ്. അവയും സർവനാമങ്ങളാണ്. പിന്നെന്താ പറഞ്ഞേ? മറ്റുള്ളവരെ പറ്റി പകരം പറയുന്ന നാമങ്ങളാണ് അവൻ. അപ്പൊ അവൻ എന്നാ പറയുക അല്ലെ? അടുത്ത ആളെ നമ്മൾ പറയുമ്പോ അവൻ, അവൾ, അവർ, അത്, ഇവൻ, ഇവൾ, ഇത്, ഇവ തുടങ്ങിയവ. അവയും സർവനാമങ്ങൾ തന്നെ. ഞാൻ എന്നതിന് ഞങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. നാം, നമ്മൾ എന്നീ ബഹുവചന രൂപങ്ങളുണ്ട്. അവയും സർവനാമങ്ങളാണ്. അപ്പൊ എത്ര നാമാക്കി പറഞ്ഞത്? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം അല്ലെ? സർവനാമം. അപ്പൊ അണ്ടർലൈൻ ചെയ്തോ 4 എണ്ണത്തിന്. അപ്പൊ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. അണ്ടർലൈൻ ചെയ്തോ? പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. നാമം എന്നാൽ എന്ത്? ഇതിന്റെ ആൻസർ ആണ് എന്ത്? പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. അപ്പോ പിന്നെന്താ പറഞ്ഞത്? ഓരോ വസ്തുവിനും ഒറ്റയ്ക്ക് ഓരോ പേരുണ്ട്. ഇതിന് സംജ്ഞാനാമം എന്ന്. അപ്പൊ ഒറ്റയ്ക്ക് ഒരു പേര് വിളിക്കുന്നതിന് എന്ത് പറയും? സംജ്ഞാനാമം എന്ന് പേര്. അതിന് ഉദാഹരണമാണ് കൃഷ്ണൻ, രാധ. നിങ്ങളുടെ ആരെങ്കിലും പേര് പറയാൻ വേണമെങ്കിൽ മുഹമ്മദ്, ജോസ് എന്നൊക്കെ. തൃശ്ശൂര്, ഹിമാലയം എന്നിവയാണ്. അടുത്ത എന്താ പറഞ്ഞേ? കൃഷ്ണൻ, ജോസ്, രാധ, മുഹമ്മദ് എന്നിവരെ ചേർത്ത് മനുഷ്യൻ എന്നാണ് ഒറ്റ പേരിൽ വിളിക്കുക അല്ലെ? മനുഷ്യൻ ആണ് എന്നാണ് വിളിക്കുക. പിന്നെ ഹിമാലയത്തിനൊക്കെ എന്ത് പറയും? പർവ്വതങ്ങൾ എന്ന് പറയും. അടുത്ത എന്താ പറഞ്ഞത്? ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ ഇതെല്ലാം രാജ്യങ്ങളാണ്.
അപ്പൊ കുറച്ച് സ്ഥലപ്പേരാണെങ്കിലോ ഇപ്പൊ കണ്ണൂർ അങ്ങനെയെല്ലാം പറഞ്ഞാലോ പാടിച്ചാൽ കണ്ണൂർ പയ്യന്നൂർ എന്നെല്ലാം പറഞ്ഞാൽ എന്താണത് സ്ഥലങ്ങളാണ് അല്ലെ അങ്ങനെ വന്ന സ്ഥലങ്ങളല്ലേ മക്കളെ സ്ഥലങ്ങളാണ് പിന്നെ എന്നിവയെ രാജ്യം എന്ന് പറയാം അപ്പൊ കുറച്ച് പേരുകൾ ഇപ്പൊ സ്ഥലത്തിന്റെ പേരാണെങ്കിൽ സ്ഥലങ്ങൾ എന്നും പറയാം ഇങ്ങനെ ഓരോ ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിന് സാമാന്യ നാമം എന്ന് എന്താ മനസ്സിലായോ അതില് അപ്പൊ ഓരോ ഇനത്തിൽപ്പെട്ട അതായത് സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുമ്പോ എന്താ അതിന് പേര് സാമാന്യ നാമം എന്ന് പേര് അതായത് ഇപ്പം ഒറ്റക്കൊറ്റക്കാവുമ്പോ സംജ്ഞാനാമാവും മനുഷ്യന്മാറ പൊതുവേ പറഞ്ഞാൽ എങ്ങനെയാ എന്ത് പറയും സാമാന്യനാമാവും അല്ലെ മനുഷ്യനാണെങ്കിൽ ഒറ്റക്കൊറ്റക്ക് പേര് ഇപ്പം പേര് ജസ്റ്റസ് അല്ലെങ്കിൽ ജോയൽ എന്ന് പറഞ്ഞാലോ എന്താവും സംജ്ഞാനാമാവും ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത് പിന്നെ അടുത്ത് എന്താ പറഞ്ഞത് ഇങ്ങനെ ഓരോ ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിന് സാമാന്യ നാമം എന്ന് പറയും പിന്നെ അടുത്തത് പറഞ്ഞെന്താ അറിയോ കല്ല് മണ്ണ് സ്വർണം വെള്ളം ആകാശം എന്നിവയെ ആകാശത്തിനൊന്നും ഇപ്പൊ കഷ്ണം കഷ്ണാക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്നിവയെ മേൽപ്പറഞ്ഞ രീതിയിൽ ഒറ്റതിരിക്കാനോ അതുകൊണ്ടാ പറയുന്നത് ഒറ്റതിരിക്കാനോ ഇനമായി ചേർക്കാനോ പറ്റില്ല വ്യത്യസ്ത ഇപ്പൊ രാജ്യങ്ങളെയാണെങ്കിൽ ഇന്ത്യ ചൈന അങ്ങനെ പറയാം ഈ ആകാശത്തിനൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്താ പറയാ അത്തരം നാമത്തിന് മേയനാമം എന്ന് പറയും കൃഷ്ണൻ തന്നെ പറ്റി ഞാൻ എന്നാണ് പറയുക ഇപ്പൊ ഒരാള് നമ്മളെ പറ്റി നമ്മൾ പറയുമ്പോ ഞാൻ എന്ന് പറയും അല്ലെ ഞാൻ അല്ലെങ്കിൽ എന്റെ അങ്ങനെയാണ് പറയുക ലോകത്തിലുള്ള എല്ലാവരും തന്റെ പേരിന് പകരം എന്ത് ചേർക്കും ഞാൻ എന്ന് ചേർക്കും അല്ലെ നിങ്ങൾ പറയുമ്പോ എന്ത് പറയും ഞാൻ ഇന്നലെ അവിടെ പോയി അല്ലെ അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഞാൻ എന്താ പറയുക എന്തെങ്കിലും ഉദാഹരണം അല്ലേ പറയുക നിങ്ങളെ പറയുമ്പോ എന്റെ പേരിനെ പറഞ്ഞിട്ട് വരും പറയുവോ ഇല്ലല്ലോ നിങ്ങൾ പറയാറുണ്ടോ ചില കുഞ്ഞുങ്ങളെല്ലാം പറയാറുണ്ട് ചില പേരുകൾ തന്നെ പറഞ്ഞു പക്ഷെ നമ്മൾ പറയുമ്പോ എന്ത് പറയും ഞാൻ എന്ന് പറയും അല്ലേ ഞാൻ ഇന്നലെ അത് ചെയ്തു ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി അല്ലെ അങ്ങനെ പറയും അപ്പൊ ഞാൻ എന്നാണ് പറയുക ഒരാള് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ന് പറയും അപ്പൊ ലോകത്തിലുള്ള എല്ലാവരും തന്റെ പേരിന് പകരം ഞാൻ എന്ന നാമം ഉപയോഗിക്കും അല്ലെ ഇങ്ങനെ പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം മനസ്സിലായോ ഇങ്ങനെ പകരം നിൽക്കുന്നത് അതായത് പേര് പറയുന്നതിന് പകരം ഞാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ അതിനാണ് സർവനാമം എന്ന് പറയുന്നത് കൃഷ്ണൻ ജോസിനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ജോസ് എന്നതിന് പകരം എന്ത് പറയും നീ എന്ന് വിളിക്കും അല്ലെ നമ്മൾ അടുത്തുള്ളവരാ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് വിളിക്കും എന്നോ ഉള്ള നാമം ഉപയോഗിക്കുന്നു നീ നിങ്ങൾ എന്നിവയും എന്താണ് പകരം നിൽക്കുന്ന നാമമാണ് അതുകൊണ്ട് എന്താണ് പകരം നിൽക്കുന്ന നാമാവുമ്പോ എന്താണ് അത് പകരം നിൽക്കുന്ന ഇപ്പൊ ഞാൻ നീ നിങ്ങൾ എന്നെല്ലാം പറയുന്ന എന്ത് നാമങ്ങളാണ് പകരം നിൽക്കുന്ന നാമത്തിന് എന്താണ് പേര് സർവനാമം ഓക്കെ സർവനാമം മറ്റുള്ളവരെ പറ്റി പകരം പറയുന്ന നാമങ്ങളാണ് എന്ത് അവൻ അവൾ അവർ അത് ഇവൻ ഇവൾ ഇത് ഇവ തുടങ്ങിയവ ഇവൾ എന്നെല്ലാം നമ്മൾ പറയും അടുത്തിട്ട് നിൽക്കുമ്പോ അപ്പൊ അവയും സർവനാമങ്ങളാണ് ഒന്നുമില്ല നമ്മൾ ഞാൻ എന്ന് പറഞ്ഞ ഞാൻ എന്റെ അവൻ അവൾ നീ നിങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ് ഇത് ഇവ എന്നൊക്കെ പറയുന്നത് സർവനാമങ്ങളാണെന്ന് അർത്ഥം ഞാൻ എന്നതിന് ഞങ്ങൾ നിങ്ങൾ നാം നമ്മൾ എന്നീ ബഹുവചന രൂപങ്ങളും ഉണ്ട് അവയും സർവനാമങ്ങൾ തരും ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇപ്പൊ നാമം പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം നാമങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് സംജ്ഞാനാമം മേയനാമം സാമാന്യനാമം സർവനാമം എന്ന് പറഞ്ഞു അല്ലെ ഇത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് ഇത് വായിച്ചേ ആരാ വായിക്കുന്നേ ആ ഒരു പേജ് നമ്പർ 82 82 ആതിര എന്നാ വായിക്കാതിര നോക്കൂ കേട്ടോ നമ്മളിപ്പോ എടുത്തത് കുറിക്കുന്ന ശബ്ദമാണ് നാമം ഓരോ വസ്തുവിനും ഒറ്റയ്ക്ക് ഓരോ പേരുണ്ട് ഇതിന് സംജ്ഞാനാമം എന്നു പേർ കൃഷ്ണൻ രാധ മുഹമ്മദ് ജോസ് തൃശൂർ ഹിമാലയം എന്നിവയെല്ലാം നാമമാണ് കൃഷ്ണൻ ജോസ് രാധ മുഹമ്മദ് എന്നിവരെ ചേർത്ത് മനുഷ്യൻ എന്ന് പറയാം ഹിമാലയം വിദ്യൻ സഹ്യൻ എന്നിവയെ പർവ്വതം എന്ന് വിളിക്കാം
ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നിവയെ രാജ്യം എന്നും പറയാം. ഇങ്ങനെ ഒരേ ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിന് സാമാന്യ നാമം എന്നു പേർ. കല്ല്, മണ്ണ്, സ്വർണം, വെള്ളം, ആകാശം എന്നിവയെ മേൽപ്പറഞ്ഞ രീതിയിൽ ഒറ്റതിരിക്കാനോ ഇനമായി ചേർക്കാനോ പറ്റില്ല. അത്തരം നാമത്തിന് മേയാനാമം എന്നു പേർ. കൃഷ്ണൻ തന്നെ പറ്റി ഞാൻ എന്നാണ് പറയുക. ലോകത്തിലുള്ള എല്ലാവരും തന്റെ പേരിന് പകരം ഞാൻ എന്ന നാമം ഉപയോഗിക്കുന്നു. ഇങ്ങനെ പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. കൃഷ്ണൻ ജോസിനെ നേരിട്ട് കണ്ടു സംസാരിക്കുമ്പോൾ ജോസ് എന്നതിന് പകരം നീ എന്നോ നിങ്ങൾ എന്നോ ഉള്ള നാമം ഉപയോഗിക്കുന്നു. നീ, നിങ്ങൾ എന്നിവയും പകരം നിൽക്കുന്ന നാമമാണ്. അവയുടെ സർവനാമങ്ങളാണ്. മറ്റുള്ളവരെ പറ്റി പകരം പറയുന്ന നാമങ്ങളാണ് അവൻ, അവൾ, അവർ, അത്, ഇവൻ, ഇവൾ, ഇത്, അവ തുടങ്ങിയവ. അവയും സർവനാമങ്ങൾ തന്നെ. ഞാൻ എന്നതിന് ഞങ്ങൾ, എങ്ങൾ, നാം, നമ്മൾ എന്നീ ബഹുവചന രൂപങ്ങളുണ്ട്. അവയും സർവനാമങ്ങൾ തന്നെ. നെക്സ്റ്റ് എന്താണ് അഞ്ചാമത്തത്? സർവനാമത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമ്മൾ സർവനാമങ്ങളെ പഠിച്ചപ്പോ സർവനാമത്തിന്റെ പ്രത്യേകതകളാണ് അടുത്തത്. എന്താണ് നോക്കാം. പറയുന്ന ആൾ, കേൾക്കുന്ന ആൾ, ആരെ പറ്റി പറയുന്നുവോ ആ ആൾ എന്നിങ്ങനെ ഒരുതരം തിരിവ് ഏത് ഭാഷയിലും ഉണ്ട്. ആരെ പറ്റി പറയുന്നുവോ ആ ആളെ പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയും. അവൻ, അവൾ, അവർ, അത്, അവ, ഇവൻ, ഇവൾ, ഇത്, ഇവ എന്നിവ പ്രഥമ പുരുഷ സർവനാമങ്ങളാണ്. ആരോട് പറയുന്നുവോ ആ ആൾ മധ്യമ പുരുഷനാണ്. നീ, നിങ്ങൾ, താൻ, താങ്കൾ എന്നിവ മധ്യമ പുരുഷ സർവനാമങ്ങളാണ്. പറയുന്ന ആൾ ഉത്തമ പുരുഷൻ. ഏൻ, ഞാൻ, ഞങ്ങൾ, എങ്ങൾ, നാം, നമ്മൾ എന്നിവ ഉത്തമ പുരുഷ സർവനാമങ്ങളാണ്. ഞങ്ങൾ, നിങ്ങൾ എന്നിവയെ ചേർത്ത് നമ്മൾ എന്ന ഉത്തമ പുരുഷ സർവനാമം മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മലയാളികൾ മറ്റുള്ളവരെ എങ്ങനെ വിലമതിക്കുന്നു എന്നറിയാൻ നമ്മൾ സർവനാമം എന്ന് പറയും. ഉപയോഗിക്കുന്ന രീതി നോക്കിയാൽ മതി. മന്ത്രിയും പിതാവും ഭാര്യയും കൈക്കുഞ്ഞും വേലക്കാരൻ പയ്യനും കൂടിയുള്ള ഓരോരുത്തരും ഇംഗ്ലീഷുകാരനെ ഹിയോ ഷിയോ ആണ്. നമുക്ക് മന്ത്രി അദ്ദേഹവും ഭാര്യ അവരും വേലക്കാരൻ അവനും കൈക്കുഞ്ഞ് അതുമാണ്. മനസ്സിലായോ എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിലാണെങ്കിൽ ഹി ഓർ ഷീ ഉപയോഗിക്കുന്നതാണ് അല്ലെ. നമ്മളാകുമ്പോ എന്ത് പറയും? കൃത്യമായിട്ട് പറയും മലയാളത്തിൽ. പറയുന്ന ആൾ, കേൾക്കുന്ന ആൾ, ആരെ പറ്റി പറയുന്നവോ ആ ആൾ എന്നിങ്ങനെ ഒരു തരം തിരിവ് ഏതു ഭാഷയിലും ഉണ്ട്. ആരെ പറ്റി പറയുന്നവോ ആ ആളെ പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയും. ആരെ പറ്റിയാണോ പറയുന്നത് അത് പ്രഥമ പുരുഷ സർവനാമം. അവൻ, അവൾ, അവർ, അത്, അവ, ഇവൻ, ഇവൾ, ഇത്, ഇവ എന്നിവ പ്രഥമ പുരുഷ സർവനാമം. തന്നെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ. അവൻ, അവൾ, അവർ, അത്, അവ, ഇവൻ, ഇവൾ, ഇത്, ഇവ എന്നിവ പ്രഥമ പുരുഷ സർവനാമങ്ങളാണ്. ആരോട് പറയുന്നുവോ ആ ആൾ മധ്യ. അപ്പൊ ആരാണ് പറയുന്നത് അത് പ്രഥമ പുരുഷൻ. പിന്നെന്താ പറഞ്ഞേ? ആരോട് പറയുന്നുവോ ആ ആളാരാ? മധ്യമ പുരുഷൻ. അപ്പൊ എന്ത് ചെയ്യും? നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ വരും അല്ലെ മധ്യമ പുരുഷ സർവനാമങ്ങൾ. പറയുന്ന ആളാരാ? ഉത്തമ പുരുഷൻ. ഏൻ, ഞാൻ. അപ്പൊ എന്റെ, ഏൻ, ഞാൻ, നിങ്ങൾ, ഞങ്ങൾ. നിങ്ങൾ എന്ന് പറയില്ല, നമ്മൾ അല്ലെ എന്നിവ ഉത്തമ പുരുഷ. ആരാണോ പറയുന്നത് അത് ഉത്തമ പുരുഷ സർവനാമങ്ങളാണ്. ഞങ്ങൾ, നിങ്ങൾ എന്നിവയെ ചേർത്ത് നമ്മൾ എന്ന ഉത്തമ പുരുഷ സർവനാമം മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മലയാളികൾ മറ്റുള്ളവരെ എങ്ങനെ വിലമതിക്കുന്നു എന്നറിയാൻ നമ്മൾ സർവനാമം എന്ന് പറയും അല്ലെ. നമ്മൾ എന്താണ് ഒരാളെ ബഹുമാനത്തോടെ വിളിക്കാൻ എന്ത് പറയും? മന്ത്രി അദ്ദേഹം, മന്ത്രി, അങ്ങനെ പറയും നമ്മള്. മലയാളത്തിലാകുമ്പോ ഹി ഓർ ഷീന്ന് ഉപയോഗിച്ചാൽ മതി അല്ലെ. ഉപയോഗിച്ചാലും ബഹുമാനാവും. പക്ഷെ ഇവിടെ പറയുമ്പോ എങ്ങനെ പറയും നമ്മള്? അദ്ദേഹം, ഇദ്ദേഹം എന്നല്ല പറയും. അദ്ദേഹം എന്നില്ല ഇംഗ്ലീഷിൽ എന്തെങ്കിലും വേർഡ് ഉണ്ടോ? ഹീ തന്നെ, അല്ലെങ്കിൽ ഹീ തന്നെയാണ് ഉപയോഗിക്കുന്നത് ആണുങ്ങളെ അല്ലെ. ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്ത അതിൽ പ്രത്യേകിച്ച് പറഞ്ഞോ? മന്ത്രിയും പിതാവും ഭാര്യയും കൈക്കുഞ്ഞും വേലക്കാരൻ പയ്യനും കൂടിയുള്ള ഓരോരുത്തരും. ഇംഗ്ലീഷുകാരൻ എന്താണ്? ഹി, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ഷീ. ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്.
മലയാളത്തിലാകുമ്പോ അങ്ങനല്ല, വേർതിരിച്ച് പറയും. നമുക്ക് മന്ത്രി അദ്ദേഹവും, ഭാര്യ അവരും, വേലക്കാരൻ അവനും. വേലക്കാരനാകുമ്പോ അവൻ എന്ന് പറയും അല്ലെ. കൈക്കുഞ്ഞിന അത് എന്നും പറയും. കൈക്കുഞ്ഞ് എന്നുമാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അതില് എന്തൊക്കെയാണ്? നാമങ്ങളും സർവനാമങ്ങളുമാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ സർവനാമത്തിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? സർവനാമത്തിന്റെ പ്രത്യേകതകൾ ആരും വായിക്കുന്നില്ലേ? ഓക്കെ, കരുന്നെന്ത് വായിച്ചു. സർവനാമത്തിന്റെ പ്രത്യേകതകൾ. പറയുന്ന ആൾ, കേൾക്കുന്ന ആൾ, അവരെ പറ്റി പറയുന്നവോ ആ ആൾ എന്നിങ്ങനെ ഒരു തരം തിരിവ് ഏതു ഭാഷയിലുമുണ്ട്. ആരെ പറ്റി പറയുന്നുവോ ആ ആളെ പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നു. അവൻ, അവൾ, അവർ, അത്, അവ, ഇവൻ, ഇവൾ, ഇത്, ഇവ എന്നിവ പ്രഥമ പുരുഷ സർവനാമങ്ങളാണ്. അവരുടെ ആരോടു പറയുന്നുവോ ആ ആൾ മധ്യമ പുരുഷൻ ആണ്. നീ, നിങ്ങൾ, ഞാൻ, താൻ, താങ്കൾ എന്നിവ മധ്യമ പുരുഷ സർവനാമങ്ങളാണ്. പറയുന്ന ആൾ ഉത്തമ പുരുഷൻ. കേൾക്കുന്നില്ലല്ലോ. മിസ് ഹരിനന്ദ വായിക്കുന്നുണ്ടോ? കൃത്യമായി കേൾക്കുന്നില്ല, ചെറുങ്ങനെ കേൾക്കുന്നുണ്ട്. വായിച്ചോ, ഒച്ചത്തിൽ വായിച്ചേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഞങ്ങൾ, നാം, നമ്മൾ എന്നിവ ഉത്തമ പുരുഷ സർവനാമങ്ങളാണ്. ഞങ്ങൾ, നിങ്ങൾ എന്നിവ ചേർത്ത് നമ്മൾ എന്ന ഉത്തമ പുരുഷ സർവനാമം മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മലയാളികൾ മറ്റുള്ളവരെ എങ്ങനെ വിലമതിക്കുന്നു എന്നറിയാൻ നമ്മൾ സർവനാമം എന്ന് പറയുന്നു. ഉപയോഗിക്കുന്ന രീതി നോക്കിയാൽ മതി. മന്ത്രി, പിതാവ്, ഭാര്യ, കൈക്കുഞ്ഞും, വേലക്കാരൻ, കൂടിയുള്ള ഓരോരുത്തരും ഇംഗ്ലീഷുകാരനെ ഹിയോ, ഷിയോ ആണ്. നമുക്ക് മന്ത്രി അദ്ദേഹവും, ഭാര്യ അവരും, വേലക്കാരൻ അവനും, കൈക്കുഞ്ഞ് അതും ആണ്. ഓക്കെ, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിട്ടാ ഉള്ളത്. എല്ലാവരും ചായ കുടിക്കണോ? ഓക്കെ, അപ്പോ അടുത്ത ഒരാളൊന്ന് വായിച്ചേ. ജോയൽ ഒന്ന് വായിച്ചേ. ജോയലെ, നാമവിഭാഗം. പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. ഓരോ വസ്തുവിനും ഒറ്റയ്ക്ക് ഓരോ പേരുണ്ട്. ഇതിന് സർവനാമം സപ്നാമം എന്ന് പറയും. കൃഷ്ണൻ, രാധ, മുഹമ്മദ്, ജോസ്, തൃശൂർ, ഹിമാലയം എന്നിവയെല്ലാം സപ്നാമമാണ്. കൃഷ്ണൻ, ജോസ്, രാധ, മുഹമ്മദ് എന്നിവയെ ചേർത്ത് മനുഷ്യൻ എന്നു പറയും. ഹിമാലയം, വിന്ധ്യൻ, സഖ്യൻ എന്നിവ പർവ്വതം എന്നു വിളിക്കാം. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നിവ രാജ്യം എന്ന് പറയും. ഇങ്ങനെ ഓരോ
ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തെ സാമനാമം എന്നു പേര്. കല്ല്, മണ്ണ്, സ്വർണം, വെള്ളി, ആകാശം എന്നിവ മേൽ പറഞ്ഞ രീതിയിൽ തിരിക്കാനോ ഇനമായി ചേർക്കാനോ പറ്റില്ല. അത്തരം നാമത്തിന് മേയാനാമം എന്ന് പേർ. കൃഷ്ണൻ തന്നെ പറ്റി ഞാൻ എന്നാണ് പറയുക. ലോകത്തിലുള്ള എല്ലാവരും തന്റെ പേരിനു പകരം ഞാൻ എന്ന് നാമം ഉപയോഗിക്കുന്നു. ഇങ്ങനെ പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. കൃഷ്ണൻ ജോസിനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ജോസ് എന്തിനു പകരം നീ എന്നോ നിങ്ങളെന്നോ ഉൾനാമം പ്രയോഗിക്കുന്നു. നീ, നമ്മൾ, നിങ്ങൾ എന്നിവയും പകരം നിൽക്കുന്ന നാമമാണ്. അവയും സർവനാമങ്ങളാണ്. മറ്റുള്ളവരെ പറ്റി പകരം പറയുന്ന നാമങ്ങളാണ് അവൻ, അവൾ, അവർ, അത്, ഇവൻ, ഇവൾ, ഇത്, ഇവ തുടങ്ങിയവ. അവയും സർവനാമങ്ങൾ തന്നെ. ഞാൻ എന്നതിന് നിങ്ങൾ, ഞങ്ങൾ, നാം, നമ്മൾ എന്നീ ബഹുവചന രൂപങ്ങളുമുണ്ട്. അവയും സർവനാമം തന്നെ. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? എല്ലാരും എക്സാമിന് നല്ലോണം പഠിച്ചിട്ട് വരണം. വൈകുന്നേരത്തെ ക്ലാസ്സിന് ഇപ്പൊ അർജുൻ കേറിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങി അല്ലേ? അറ്റൻഡൻസ് എടുക്കില്ല. പിന്നെ എല്ലാവരും നല്ലപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ലപോലെ പഠിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ 6th സ്റ്റാൻഡേർഡിനാണ് കുറ്റം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലപോലെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിലാവുന്നത്ര കയറാൻ. ഓക്കെ, ബൈ. സമയം കഴിഞ്ഞു കേട്ടോ. ബൈ. അപ്പൊ ഇത് നല്ലപോലെ വായിക്കണം, ഈ 2 പാരഗ്രാഫ്. ഓക്കെ, ബൈ, സി യു. എല്ലാരും ചായ കുടിച്ചോ? ജസ്റ്റിസേ ചായ കുടിച്ചോ കേട്ടോ. അവന് വിശക്കുന്നുണ്ടാവും.